നമ്മുടെ ഈ കുഞ്ഞിനെ കാണുമ്പോ തന്നെ എല്ലാവർക്കും ആ ഭംഗി, നല്ല ഭംഗി തോന്നും ആ കാണുമ്പോ തന്നെ. ആ ഭംഗിയിൽ വീണതാണോ? അല്ല അല്ല അത് ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും പിന്നെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വന്നല്ലോ വിട്ടേന്. ഇപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പലരും ചോദിക്കും, എങ്ങനെ നീ നിനക്ക് ഇത്രയും നല്ലൊരു പെങ്കൊച്ചുണ്ടായിട്ട് നീ എന്തുകൊണ്ട് നമ്മളോടാരും പറഞ്ഞിട്ടില്ല? കൂട്ടുകാരന്മാര് നിങ്ങൾ നിറവും താടിയും മീശയും വളർത്തുന്നത് മറ്റു കാര്യമൊന്നുമില്ല, കഴിവാണ്. ഞാൻ വളച്ചു. അവക്കെല്ലാരും പൊട്ടക്കണ്ട അങ്ങനെയില്ല. ഏട്ടൻ ആരെങ്കിലും ഒരു കുട്ടിയുടെ ക്രഷ് വന്നിട്ട് അവിടുത്തെ പ്രപ്പോസ് ചെയ്യും, അവര് കുറച്ച് കഴിയുമ്പോ ഓക്കെ ആവും, അതായത് ലൈൻ സെറ്റ് ആവും. പക്ഷെ എന്റെ അടുത്ത് മാത്രം അത് നടന്നില്ല. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എത്രാമത്തെ ലൈനാണ് അതൊന്നും ചോദിക്കരുത്. അത് എണ്ണം തീരത്തില്ല. കുഞ്ഞി പക്ഷെ ഇച്ചിരിയും കൂടെ ഒന്ന് സ്റ്റബോണ അല്ലേ? അങ്ങനെ ആയിരുന്നു. എനിക്ക് ഞാനൊന്ന് നോക്കി എങ്ങനെയുണ്ട് ആളെന്നൊക്കെ അറിഞ്ഞിട്ട് മതി. ഇത് വിവര പട്ടിക മൊത്തം എടുത്തിട്ട് തിരിച്ച് മറുപടി പറഞ്ഞു. എന്നിട്ട് എന്ത് ക്വാളിറ്റിയിലാണ് വീണത്? നെഗറ്റീവിലോ? ഇപ്പൊ പറഞ്ഞില്ലേ വിവരപ്പട്ടിക മൊത്തം എടുത്തു പറഞ്ഞില്ലേ, അത് കണ്ടുപിടിക്കാൻ അതില് ഒരു പേപ്പർ എടുത്തിട്ട് ആ നെഗറ്റീവ് മൊത്തം എഴുതാന്ന് വിചാരിച്ചോ? അല്ല, ഒരു ആളെ പറ്റിട്ട് ഫുൾ എഴുതാന്ന് വിചാരിച്ചോ? അതിലിങ്ങനെ തപ്പിത്തടഞ്ഞൊന്ന് നോക്കി ഒരു പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ചേട്ടനെ കുറിച്ചോ? അപ്പൊ ആ നെഗറ്റീവ് ഓക്കെ, നെഗറ്റീവുള്ള പോസിറ്റീവ് മാത്രമുള്ള ആളെ പിന്നെ പാർട്ട്ണറായി കിട്ടുന്നതിനേക്കാളും നെഗറ്റീവ് ഇടുന്ന ആളുടെ കിട്ടുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ, ആളിൽ കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതെ, എന്നിട്ട് എന്തൊക്കെ മാറ്റിയെടുത്തു? കുറേ കാര്യങ്ങൾ മാറ്റിയെടുത്തു.